അങ്ങനെ കുറെ നാളുകളായി കുറച്ചധികം പെൺകുട്ടികൾ എന്നോട് ചോദിക്കുന്ന ഒരു ഉത്തരത്തിന് വിരാമവുമായി ഞാൻ വന്നിരിക്കുകയാണ്. നോട്ട് ദ പോയിന്റ്, പെൺകുട്ടികൾ എന്താണത്, ലിറ്റിയുടെ ലിപ്സ്റ്റിക് കളക്ഷൻ ഒന്ന് കാണിക്കാവോ എന്ന്. ഞാൻ സത്യം പറഞ്ഞത് ഇങ്ങനെ കാണിക്കണോ എന്നിരുതി പോയി. എന്തിനാണ് വെറുതെ എന്റെ കുടുംബസമാധാനം അല്ല മറ്റുള്ളവരുടെ കുടുംബസമാധാനം കളയുന്നേ എന്ന് വെച്ച്. എന്നിട്ട് എനിക്ക് അത്ര വലിയ കളക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് കുറച്ച് കളക്ഷനേ ഉള്ളൂ. ഞാൻ ബാക്കിയുള്ള കളക്ഷൻസ് ഒക്കെ ഒരു തമാശയായിട്ടാണ് കാണിച്ചെങ്കിൽ ഇതൊരു തമാശയായിട്ടല്ല, ഇത് ഇച്ചിരി സീരിയസ് ആയിട്ടാണ് കാണിക്കുന്നത്. എന്നെ കാണുമ്പോൾ അറിയാല്ലേ ഞാൻ ഇച്ചിരി ലിപ്സ്റ്റിക്കിന് ഭ്രാന്തുള്ള ആളാന്ന്. അത് ഞാൻ മാത്രമൊന്നും അല്ല കേട്ടോ, ഒരുമാതിരി പെണ്ണുങ്ങളൊക്കെ ലിപ്സ്റ്റിക്കിന് ഭ്രാന്തുള്ളവരായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. ഞാൻ ഈ വീഡിയോ എടുക്കാൻ താമസിച്ചത്, എനിക്ക് ഈ വീഡിയോ എടുത്ത ഒരാളുടെ ഹെൽപ്പ് വേണം. ഞാൻ തന്നെ വീഡിയോ എടുത്ത് എനിക്ക് അത്ര ഒരു സുഖം വരുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് എന്നെ ആണെങ്കിൽ ജസ്റ്റിയുടെ ഒരു ഹെൽപ്പോടെ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചോണ്ട് താമസിച്ചു കേട്ടോ. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട്. എന്റെ ലിപ്സ്റ്റിക്, എനിക്ക് ആ ഇച്ചിരി ലിപ്സ്റ്റിക് കളക്ഷനേ ഉള്ളൂ. അതാണ് ഇത് ഇത്രയും കളക്ഷൻസേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്റെ സഞ്ചിയിൽ എന്ന്. അപ്പോൾ എന്റെ ലിപ്സ്റ്റിക് കളക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ്, സോറി, 2 ലിപ് പെൻസിൽ ഉണ്ട്, ലിപ് ലൈനേഴ്സ് ഉണ്ടായിരുന്നു, അതങ്ങ് മാറ്റിയേക്കാം. അപ്പൊ നോക്കാം എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ഏതൊക്കെയാന്ന്. വരൂ. ഇച്ചിരി ഉള്ളന്നേ, ഇച്ചിരി കളക്ഷൻസേ ഉള്ളൂ. ഇതുണ്ടോ, ഇത്രയും ലിപ്സ്റ്റിക്കുകൾ, അതാണ് ഇത്രയും കളക്ഷൻസ് ഒക്കെ ഉള്ളൂ. അതിനാണ് ഈ ആൾക്കാർ വെറുതെ ചുമ്മാ ഓരോന്ന് പറയുന്നത്. ഇത്രയും ലിപ്സ്റ്റിക് കളക്ഷൻ എനിക്കുള്ളൂ. എന്നിട്ടാണ് ഇവിടെ ഓരോരുത്തർ ആവശ്യമില്ലാത്ത ഓരോന്നും പറഞ്ഞു നടക്കുന്നത്. ഇത് ഇത്രയും 2 ചുണ്ടുമുണ്ട്, 100 ലിപ്സ്റ്റിക്കും ഉണ്ട്. അല്ല പിന്നെ ഇത്രയല്ലേ ഉള്ളൂ ജസ്റ്റ്. അപ്പൊ ഓരോ പെൺകുട്ടികളുടെ കാണണം, എന്തിനധികം നമ്മുടെ എൽസുവിന്റെ വരെ കാണണം, ഒരു വലിയ ഡബ്ബ നിറച്ച. എന്നിട്ട് ഞാൻ അധികം ഒന്നും ജസ്റ്റിയെ കൊണ്ട് വായിപ്പിച്ചിട്ടില്ലല്ലോ, ഇത്രയല്ലേ വായിപ്പിച്ചുള്ളൂ. ഇന്ന് കുറഞ്ഞു പോയി, ഇനിയും വേണാലൊന്നു. ആകെ എനിക്കുള്ള വല്ല കളക്ഷൻ ഉള്ളതിനാകെ ഉള്ളത് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഇത്രേ ഉള്ളതിനാണ് ഇതിനാണ് നാട്ടുകാർ പറയുന്നത് എനിക്ക് ഭ്രാന്താണ്. നാട്ടുകാരല്ലോ കേട്ടോ, എന്റെ കുടുംബക്കാര്. ഇത് കാണുമ്പോ ഞാൻ എത്ര ആൾക്കാരുടെ ചീത്ത കേൾക്കേണ്ട ഒരു നിങ്ങൾക്കറിയാം. നിങ്ങൾ ചോദിച്ച ഒരൊറ്റ ക്വസ്റ്റ്യന്റെ പേരിൽ എനിക്ക് ഇത് ഈ വീഡിയോ റിലീസ് ചെയ്യുമ്പോൾ എത്ര പേരുടെ ഫോൺ കോളുകൾ വരുമെന്നറിയാവോ. ആദ്യമേ എന്റെ മമ്മി ആദ്യമേ ചോദിക്കും, എന്ത് അഹങ്കാരമല്ലിറ്റി നിനക്ക്, നീ എന്തിനാ ഇങ്ങനെ കാശ് കളയുന്നതെന്ന്. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കാനല്ലേ നമുക്ക് ജോലിയും കാശും ഒക്കെ. അപ്പൊ ശരി, എന്നാ അധികം ഞാൻ പറഞ്ഞ് കാട് കയറുന്നില്ല. ജസ്റ്റ് ചോദിച്ചാൽ ആകെ ഒരു ചുണ്ടും ഉണ്ട്, കുറെ ലിപ്സ്റ്റിക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ എന്റെ വീഡിയോ കാണുന്നവർക്ക് എന്നെക്കാളും കളക്ഷൻ ഉണ്ട് ജസ്റ്റ്, ഉറപ്പായിട്ട് എനിക്കറിയാം. ഇതൊക്കെ നിസ്സാരം. ഞാൻ ഇത്രയല്ലേ ആഗ്രഹിച്ചുള്ളൂ. കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ. അതുകൊണ്ട് കേട്ടോ. അപ്പൊ എന്റെ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ഞാൻ പറയാം. എന്റെ ഏറ്റവും ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഏതാന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, എല്ലാം എന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് തന്നെ. ഓരോ സമയം ഓരോന്ന് എന്റെ ഫേവറേറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ റീസ്റ്റോക്ക് ചെയ്ത ലിപ്സ്റ്റിക് ഏതാന്ന് ചോദിച്ചാൽ, റീസ്റ്റോക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നെ ഞാൻ വാങ്ങിച്ച ലിപ്സ്റ്റിക് ഏതാന്ന് ചോദിച്ചാൽ അതാണിത്. മാക്കിന്റെ മഹർ എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്. അതെന്റെ ഓൾ ടൈം, വർഷങ്ങളായിട്ടുള്ള എന്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് കേട്ടോ. ഇത് ഈ മാക്കിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഇതുണ്ടോ, ഇതാണ് ഷെയ്ഡ്. ഇത് മഹർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. എൻ്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ലാത്തൊരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ. ഇതൊരു മാറ്റ് ഫിനിഷ് ആണേ. എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ലിറ്റിയുടെ ലിപ്സ്റ്റിക് എന്ന്. ഇത് 11 ആണ് സാധനം. മാക്കിന്റെ മഹർ എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്. ഇത് കണ്ടോ, ഇത് എല്ലാവർക്കും ചേരണമെന്നില്ല കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ആ സാധനം. എനിക്ക് കടിച്ചു പറിച്ച് തിന്നാൻ തോന്നും കേട്ടോ, അത്രയും നല്ല ലിപ്സ്റ്റിക് ആണ് ഇത്. മാറ്റ് എനിക്കിപ്പോ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, എനിക്ക് മാറ്റ് ഫിനിഷ് ഏറ്റവും ഇഷ്ടം. അതാകുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്ക് 12 hours ജോലിയല്ലേ, പോവുകയില്ല, അങ്ങനെ കിടന്നോളും. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേലും ഞാൻ ഇങ്ങനെ അടിയിൽ പിൻ ചെയ്തേക്കാം കേട്ടോ ഏതാന്ന്. കാരണം ഇത് എനിക്ക് സൂം ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിക്കൂനൻ എഴുത്ത മഹർ എന്ന് പറഞ്ഞിട്ട് മാക്കിന്റെ മഹർ മാക്ക് സൂപ്പർ സാധനം. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ മാക്കിന്റെ ഷോപ്പിൽ പോയി ട്രൈ ചെയ്തിട്ട് വാങ്ങിക്കണം. എല്ലാ ടൈപ്പ് സ്കിൻ ടോണുകാർക്ക് ഓരോരുത്തരുടെ സ്കിന്നിന്റെ ഇതനുസരിച്ചേ ചേരത്തുള്ളൂ. എല്ലാവർക്കും അത് ചേരത്തില്ല. പക്ഷെ എന്റെ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവർക്ക് ചേരും കേട്ടോ. സൂപ്പർ കളറാണ്, എന്റെ ഏറ്റവും ഫേവറേറ്റ്. ഏത് ലിപ്സ്റ്റിക് എടുത്താലും ഇതെനിക്ക് വന്നൊരു 4-5 പ്രാവശ്യം വന്നു ഞാനിത് പിന്നെ വാങ്ങിക്കുന്നേ. പക്ഷെ ഈ ഇരിക്കുന്ന എല്ലാം മായ്ക്കല്ല, സോറി, ഇതെല്ലാം മെഹറല്ല. ഞാൻ ഒത്തിരി പക്ഷെ മെഹർ വാങ്ങിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇനി വാങ്ങിച്ച് തരണേ ജസ്റ്റ്. ഇല്ല, അതുപോലെ ഇതെല്ലാം. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു ജെലിക്കുട്ടോ, ഇതിന്റെ കവർ എന്തിട ഈ ലിപ്സ്റ്റിക്കിന്റെ.
ഇതുണ്ട്, ഇതിനൊന്നും കവർ പോലും ഇല്ല ജസ്റ്റ്. ഇവിടെ ഞാനും ചിലത് കണ്ടോ ഒടിച്ചും വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനും ചേട്ടും കൂടെ ചിലപ്പോ ഗുസ്തി കിടക്കുമ്പോ അവന്റെ ചില സാധനങ്ങളൊക്കെ ഞാൻ നശിപ്പിക്കുന്നു തോന്നില്ലേ, ചില സമയത്ത് ആ ശരി എന്റെ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒടിഞ്ഞ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത്. ഇതിന്റെ കവറും കാണുന്നില്ല. അത് മെഹർ തന്നെ ആയിരുന്നു ഉണ്ടോ, മെഹറിന്റെ ലിപ്സ്റ്റിക്. പക്ഷെ നഷ്ടം എന്നാന്ന് വെച്ചാൽ മകൻ നശിപ്പിച്ചാൽ അപ്പന് ഇരട്ടി വിലക്ക് എനിക്ക് വാങ്ങിച്ചു തരേണ്ടി വരും, അത്രയുള്ള കാര്യം. പക്ഷെ ഈ കാണുന്ന ഇതെല്ലാം മായ്ക്കാട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചേക്കുന്നിരിക്കുന്നു മാക്കിന്റെ ലിപ്സ്റ്റിക്കാന്ന് തോന്നുന്നു. ഇതെല്ലാം മായ്ക്കുന്നതിന് ഇതെല്ലാം മാക്കിന്റെ ലിപ്സ്റ്റിക്കുകൾ തന്നെ കേട്ടോ. മൊത്തം മായ്ക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്, എനിക്ക് ഏറ്റവും കൂടുതലുള്ള പ്രോഡക്റ്റ് മാക്കിൻ്റെയാ. ഇതേതാ, ഇത് മാക്കിൻ്റെ അല്ല, ഇത് മെഹർ തന്നെ, സോറി, ഇത് മെഹറാണ്. മെഹർ അല്ലാത്തൊരെണ്ണം ഉണ്ടെന്ന് അതാണ് നോക്കി. ഇത് വേറൊരു ടൈപ്പ് മാക്കിൻ്റെ. അതും ഇത് രണ്ടും ഒരുപോലെ തോന്നുമെങ്കിലും ഇത് മെഹർ അല്ല കേട്ടോ. അതുണ്ടോ, ഇത് മാക്കിൻ്റെ സോർ എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതും തമ്മിൽ സെയിം ആണ്, പക്ഷെ അതല്ല. ഇത് മാക്കിൻ്റെ സോർ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് വറ്റി. ഇത് കണ്ട് ഇത്രേ ഉള്ളൂ. നല്ല ഭംഗിയില്ലേ? അയ്യോ, ഇതിപ്പോൾ തുറന്ന ചലച്ചനെ. ഇത് സോർ എന്ന് പറഞ്ഞിട്ട് മാക്കിൻ്റെ ഒരു സാധനമാണ്. മാറ്റിക്കും. പിന്നെ മാക്കിൻ്റെ വെൽവെറ്റ് ചെടി ഉണ്ട്. മാക്കിൻ്റെ എന്തുവാ വിരൽ. പിന്നെ ഉള്ളത് മാക്കിന്റെ വാൾ എന്ന് പറഞ്ഞിട്ട് WHRL വാൾ. ഇത് നല്ലൊരു സാധനമാണ്. പിന്നെ ഉള്ളത് മാക്കിന്റെ ഇതെല്ലാം ഡീറ്റെയിൽ ഇവിടെ വീഡിയോ ഒന്നും തീരത്തുള്ളൂ, ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. പിന്നെ വെൽവെറ്റ് ചെടി. എന്റെ എല്ലാ സാധനങ്ങളും ആക്ച്വലി നിങ്ങൾക്ക് തോന്നും ഇത് കണ്ടോ ഏകദേശം ഒരുപോലെ ഇരിക്കും. ഇത് വെൽവെറ്റ് ചെടി എന്ന് പറഞ്ഞിട്ടുള്ള മാക്കിന്റെ ഇതുണ്ടോ, ഇതാണ് മാക്കിന്റെ വെൽവെറ്റ് ചെടി. ഈ ഒരു സാധനം മാക് വാൾ എന്ന് പറഞ്ഞിട്ട് വാറലിന്റെ ഷെയ്ഡാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇതുണ്ട്. ഈ 3 സാധനം നിങ്ങൾക്ക് ഒരുപോലെ തോന്നുമെങ്കിൽ 3 ഒരുപോലെ ഉള്ളതല്ല. അപ്പൊ ഈ മാക്കിന്റെ ഒക്കെ മാക്കിന്റെ അല്ല, എന്റെ മിക്ക ലിപ്സ്റ്റിക്കിന്റെ പ്രത്യേകത ഇതെല്ലാം മാറ്റ് ഫിനിഷ് ആണ്. ഇനി മാറ്റ് ഫിനിഷ് ഏതാണെന്ന് അറിയാൻ മേല, മാറ്റ് എന്താണെന്ന് അറിയാൻ മേല. ഇപ്പൊ ചിലരിക്കും എന്റെ ലിറ്റ് ഞങ്ങൾക്ക് മാറ്റ് ഏതാ അല്ലാത്ത ഏതെന്ന് അറിയാൻ മേലെന്ന്. ഇത് ലിപ്സ്റ്റിക് സ്ഥിരം ഉപയോഗിച്ച് ലിപ്സ്റ്റിക്കിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടല്ല കേട്ടോ, ലിപ്സ്റ്റിക്കിനെ കുറിച്ച് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. മാറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഈ ഗ്ലേസിങ്ങും ഗ്ലോയും ഒന്നും ഇല്ലാത്ത ഇരിക്കുന്ന ലിപ്സ്റ്റിക് അല്ലേ, ഒരു ഗ്ലേസിങ് ഗ്ലോയും ഒന്നും കാണത്തില്ല, പക്ഷെ അതങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അതിനാണ് ഈ മാറ്റ് ഫിനിഷ് എന്ന് പറയുന്നത്. എനിവേ ഞാൻ മാറ്റിന്റെ ആരാധികയാണ്. പിന്നെ വേറെ സൂത്രം ഞാൻ നിങ്ങളെ കാണിക്കാവേ. ഇത് മാക്കിന്റെ വേറൊരു ലിപ്സ്റ്റിക്. ഇതാണ് എന്റെ ഹൃദയം തകർത്ത് കളഞ്ഞത്. നമ്മുടെ ജസ്റ്റിമോ എന്നോട് ചോദിക്കാതെ ചിലപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചു തരും. അങ്ങനെ വാങ്ങിച്ചു തന്നൊരു ഷെയ്ഡാണിത്. ഇതെന്റെ എവിടെ തേക്കൂന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കറുത്ത ലിപ്സ്റ്റിക്, ബ്രൗൺ കളർ ലിപ്സ്റ്റിക്. വീഡിയോ കണ്ടപ്പോ നല്ലായിരുന്നു. കണ്ടോ, അങ്ങനെ അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓൺലൈനിൽ നോക്കി വാങ്ങിക്കരുതെന്ന്. കാരണം നിങ്ങൾ നോക്കി ലിപ്സ്റ്റിക്കിന്റെ കളർ ഉണ്ടോ, ഇതാണ് ലിപ്സ്റ്റിക്കിന്റെ കളറ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരുത് എങ്ങനെ ഇരിക്കുമെന്ന്. ഇങ്ങോട്ട് നോക്കി. ഒന്നാമത് എൻ്റെ ചുണ്ട് ഇച്ചിരി ഡാർക്കാ, അതിനോട് ഈ കളർ വരച്ച എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ പറ. നല്ല ചോക്ലേറ്റ് കളറ്, അടിപൊളി. അപ്പം ഇത് ഞാൻ എല്ലാം ഒന്ന് വരച്ച് കാണിച്ചല്ലോ കേട്ടോ. എല്ലാം വരച്ച് നിങ്ങളെ കാണിക്കാതെ ഇപ്പോഴൊന്നും എൻ്റെ വീഡിയോ തീരില്ല, ഭയങ്കര വെറുപ്പിലായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അതാ കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ജിവാഞ്ചിയുടെ ഒരു ലിപ്സ്റ്റിക്ക്. അതെൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെ കവറ് പോലെ നോക്ക് മക്കളെ, നോക്ക് എന്താ വാവ് എൻ്റെ പൊന്നെ. ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ജിവാഞ്ചിയുടെ ലിപ്സ്റ്റിക്ക്. കാണാമെന്ന് നിങ്ങൾക്ക് എനിക്കറിയില്ല. ഇത് ഈ ഒരു സാധനം കേട്ടോ, ജിവാഞ്ചിയുടെ നല്ല വെൽവെറ്റ് കേസൊക്കെ വന്നിട്ട് എൻ്റെ കവറ്. ഇതാണ് സാധനം. നോക്ക് മക്കളെ, നോക്ക്. ഇത് നിങ്ങൾ ഇങ്ങനെ കാണുന്ന പോലെ ഇതിപ്പോൾ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡായിട്ട് തോന്നുമെങ്കിലും അത്ര ഡാർക്കൊന്നും അല്ല. ഇതൊരു മാറ്റ് ഫിനിഷ് സാധനമാണ്. സൂപ്പർ. അപ്പോൾ ഈ ജിവാഞ്ചിയുടെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഇതെൻ്റെ ഒരു ഫേവറേറ്റാണ്. പക്ഷേ ഇതിൻ്റെ മണം, അയ്യോ എനിക്കിത് കടിച്ച് നിന്നിട്ട് വെള്ളം കുടിക്കാൻ എനിക്ക് തോന്നും. അത്രേ എൻ്റെ മണം എൻ്റെ മണം അറിയോ. ജസ്റ്റിക്ക് വിട്ടുന്നുണ്ട്, ജസ്റ്റി മണം സൂപ്പർ മണം കേട്ടോ. മണത്തിന്റെ തന്നെ അല്ല, സൂപ്പർ ലിപ്സ്റ്റിക് ആണ്. ഇതെന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല അങ്ങനെ പ്രത്യേകിച്ച് ഫേവറേറ്റ് ബാക്കിയൊന്നും എടുത്ത് പറഞ്ഞില്ല. പക്ഷെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഞാൻ മുമ്പ് അടിച്ച മാക്കിന്റെ മെഹർ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഇഷ്ടമാണ്. ഇതൊരെണ്ണം,
പിന്നെ എനിക്ക് ഇഷ്ടം ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട് തന്നെ ഞാൻ വാങ്ങിച്ച. പിന്നെ ഉള്ളത് സെഫോറയുടെ ലിപ്സ്റ്റിക് ഉണ്ട്. സെഫോറയുടെ നിങ്ങൾ എന്നോട് ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഇഷ്ടപ്പെട്ട എന്നോട് നിങ്ങളുടെ ചിലവർ എന്നോട് സോറി കേട്ടോ, എന്നോട് ചില വീഡിയോയ്ക്കകത്തൊക്കെ കാണുമ്പോൾ എന്നോട് ഇത് ഏത് ലിപ്സ്റ്റിക് ഷെയ്ഡാന്ന് ചോദിക്കാറുണ്ട്. ഞാൻ മിക്കവർക്കും കമന്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ ആകെ പ്രശ്നമാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ പുറത്തൊക്കെ ആണെങ്കിൽ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ ആ വീഡിയോ കാണും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ലൈക്ക് അടിക്കും. പിന്നെ ഞാൻ അപ്പം എനിക്ക് എൻ്റെ പേരും എൻ്റെ ഷെയ്ഡും ഒന്നും പറയാൻ അറിയത്ത് കാണുകയില്ല. അതല്ല ചില പഴയ വീഡിയോ കാണിച്ചിട്ട് എന്നോട് ചോദിക്കും. ഞാൻ അപ്പം എന്നെ വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്തുനിന്നായിരിക്കും കമന്റ് കാണുന്നത്. പക്ഷെ അപ്പം ആ വീഡിയോ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് കാണാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇടാന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ വിട്ടുപോകുന്ന കേട്ടോ. സോ ഐ ആം ദ സോറി. പിന്നെ ഉള്ളത് സെഫോറയുടെ 2 ലിപ്സ്റ്റിക് ആണ്. സെഫോറയുടെ 2 ലിപ്സ്റ്റിക്. ഇത് സെഫോറയുടെ ലിപ്സ്റ്റിക്. ഇതും സെഫോറയാ, പക്ഷെ ഇത് നല്ല സൂപ്പർ ഒരു ഷെയ്ഡാ കേട്ടോ. പിന്നുള്ളത് ഫെൻഡി ബ്യൂട്ടി ഉണ്ട്. ഫെൻഡി, വാവ്, ഇതാണ് എൻ്റെ ഫെൻഡി. ശരിക്കും പറഞ്ഞാൽ ഫെൻഡിക്ക് ഒരു കഥയുണ്ട് കേട്ടോ. എൻ്റെ വേറൊരു ഫെൻഡി കൊണ്ടുണ്ട്. എന്ത് ചെയ്യാ ഞാൻ പറഞ്ഞാൽ ഇവിടെ ചില പിന്നെ ഞാൻ ഈ പുറത്ത് കൊണ്ടു നടക്കുന്ന ബാഗിനകത്തൊക്കെ എൻ്റെ ലിപ്സ്റ്റിക്ക് വരാറുണ്ട്. അങ്ങനെ പോയിട്ടുണ്ടല്ലോ ഉള്ളൂ. ഇത് ആര് വാങ്ങിച്ച? ഇത് ജസ്റ്റ് വാങ്ങിച്ചു തന്നല്ല ഈ ലിപ്സ്റ്റിക്. ഇത് ഞാനും വാങ്ങിച്ചല്ല, ഇത് ജിപ്സാവും നീ വാങ്ങിച്ചു തന്നാണ്. ജസ്റ്റ് ജീവിക്കുന്നു. ഇത് നമ്മുടെ നിങ്ങൾ കുറച്ച് പേർക്കറിയാം ജിപ്സൺ ആരാ നിങ്ങൾ ചിന്തിക്കും. ഇതിപ്പോ കാണുമ്പോൾ ജിപ്സൺ എന്നെ കുരുതിക്ക് കൊടുത്തല്ലേ ഈശ്വര. അത് ജിപ്സൺ എന്റെ ഫ്രണ്ടാണ്. അവൻ എനിക്ക് വായിച്ചതെന്നല്ല കേട്ടോ, പറഞ്ഞതിനല്ലേ. ഇത് ജിപ്സൺ എന്ന് പറഞ്ഞ നമ്മുടെ എലിസുവിന്റെ ഹസ്ബൻഡ് ആട്ടോ. ജിപ്സൺ വെഡിങ് ആനിവേഴ്സറിക്ക് അവർക്ക് വാങ്ങിച്ചോണ്ടത് ലിപ്സ്റ്റിക്കാ. സൂപ്പർ സാധനം കേട്ടോ ഫെൻഡിയുടെ. അത് ആ ഭ്രാന്തിക്ക് ചേരത്തില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അവൾ അത് എനിക്ക് തന്നു. അങ്ങനെ സൂപ്പർ, ഇതൊരു സൂപ്പർ സാധനം കേട്ടോ ഫെൻഡി. അങ്ങനെ ജിപ്സൺ വാങ്ങിച്ചു തന്ന ലിപ്സ്റ്റിക് ആണ്. ഈ ഫെൻഡിയും ഉണ്ട്. ഫെൻഡി മാത്രമല്ല കേട്ടോ, പിന്നെ ഒന്നുകൂടെ ഉണ്ട്. എന്ത് ചെയ്യാൻ നോക്കട്ടെ, ഒരു റയർ ബ്യൂട്ടിയുടെ ഇത്. പിന്നെ ഉള്ളത് റയർ ബ്യൂട്ടിയുടെ. ഇത് ഞാൻ പല പ്രാവശ്യം വീഡിയോ പാടോന്ന് ഓർക്കും, മറന്നു. അതുകൊണ്ട് ഇനി അവരുടെ വെഡിങ് ആനിവേഴ്സറി, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്നാടാ, ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യുന്നു. ഈ റയർ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കും ഈ ഫെൻഡിയുടെ ലിപ്സ്റ്റിക്കും ജിപ്സൺ വാങ്ങിച്ചു തന്നാണ്. എനിക്കല്ല, എലിസുവിന്. അതുകൊണ്ട് ഞാൻ എലിസുവിനോട് കടപ്പെട്ടിരിക്കുന്നു. എലിസുവിന്റെ മമ്മി ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. മമ്മി എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ കൊണ്ടുവന്നാ ഞാൻ വിചാരിക്കുന്നത്. കാണാൻ വരുന്നുണ്ട് കേട്ടോ, നോട്ട് ദ പോയിന്റ്. അപ്പൊ ഈ 2 പിന്നെ എന്റെ ഫേവറേറ്റ് അത് തന്നെ ഈ ഫെൻഡിയുടെ ലിപ്സ്റ്റിക് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണല്ലേ. ഞാൻ ന്യൂഡ് കളേഴ്സിന്റെ ഫാനാണ്. ഇതെല്ലാം തന്നെ ന്യൂഡ് കളേഴ്സാണ്. ന്യൂഡ് കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഉള്ളത് എന്റെ ഫേവറേറ്റ്, എൻ്റെ ഡയറിന്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. ഇത് നിങ്ങൾ ഓർക്കുക, എല്ലാം ഞാൻ ഇത്തരം മണത്ത് നോക്കുന്നത് അല്ലേ. എന്റെ പൊന്നു മക്കളെ, ലിപ്സ്റ്റിക്കിന്റെ മണം ജസ്റ്റ് വെച്ചാൽ ഒരു ചുണ്ടുണ്ടെങ്കിൽ ഇടയ്ക്കെല്ലാം ഇടാൻ എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ ഞാൻ രാത്രിയല്ല കേട്ടോ, ഇടയ്ക്കൊക്കെ വൈകുന്നേരമൊക്കെ ചുമ്മാ ഇടുമായിരുന്നു. ഇതുണ്ടോ, ഇത് ഡയറിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതൊക്കെ എൻ്റെ ന്യൂഡ് കളേഴ്സ് വരുന്ന കേട്ടോ. ഇതെന്റെ മറ്റൊരു ഫേവറേറ്റ് ഡയോർ. ഇത് ഡയറിന്റെ ലിപ്സ്റ്റിക്ക്. ഇത് കണ്ടോ, ഇതാണ് ഡയറിന്റെ ലിപ്സ്റ്റിക്. ഊഫ്, ഇത് ഒരു ന്യൂഡ് കളർ. ഇനി ഞാൻ കയ്യിലൊന്നും തേച്ച് കളയുന്നില്ല. ഡയോറിന്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ഇതിന്റെ ഒക്കെ ഷെയ്ഡ് എത്ര, 100. സത്യം പറഞ്ഞ വയസ്സും പ്രായമൊക്കെ ആയി. ഡയർ അഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ നിങ്ങൾക്ക് ഏതെങ്കിലും ലിപ്സ്റ്റിക് വേണം എന്നുണ്ട് ചോദിക്കുവാണെങ്കിൽ, ഞാൻ കമന്റ് ചോദിക്കുവാണെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഏതാണ് ലിപ്സ്റ്റിക് എന്ന്. അതല്ലാതെ ഇതെല്ലാം പറഞ്ഞു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നു തോന്നില്ല രമണ. ചാർലറ്റി ടിൽബൂറെ. ഇത് ചാർലറ്റി ടിൽബൂറെ ഉണ്ട്. വാ, ഇതാണ് ചാർലറ്റി ടിൽബൂറയുടെ ലിപ്സ്റ്റിക്ക്. ഉണ്ടോ, എന്നാ സെറ്റാന്ന് നോക്ക് മക്കളെ, നോക്ക്. ഇത് കണ്ടോ, ഇതാണ് ലിപ്സ്റ്റിക്ക്. ഇത് നിങ്ങളെങ്ങനെ ഞാൻ കാണിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇതെല്ലാം ന്യൂഡ് കളറാന്ന്. നിങ്ങൾ ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നെങ്കിൽ ഒരുപോലത്തെ അല്ല. ഉണ്ടോ, ഇത് വേറെയാ. അങ്ങനെ ചാർലറ്റി ടിൽബൂറെ. ഇതൊക്കെ നാട്ടിലൊക്കെ കിട്ടും കേട്ടോ, ചാർലറ്റി ടിൽബൂറെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രിവാൻഡ്രം ലുലു മോളിൽ പോയപ്പോൾ ഞാൻ അവിടെ കണ്ടായിരുന്നു ചാർലറ്റി ടിൽബൂറെ. ഈ പ്രാവശ്യം പോകുമ്പോൾ വാങ്ങിക്കണം. പക്ഷെ ആകെ വിഷമം എന്താ പറയുക, നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴേ നാട്ടിലെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു നെഞ്ചിന് വേദനയാണ്. അത്രേ ഉള്ളൂ. ഈവൻ മാക്കിന്റെ ലിപ്സ്റ്റിക്കിനൊക്കെ നാട്ടിൽ എത്രയാ, 3000 അടുത്ത് വരുന്നുണ്ടോ എനിക്കറിയില്ല. ഇവിടെ ഫ്രീ ആയിട്ടാണല്ലോ കിട്ടുന്നത്. ഇവിടെ 120-140 ദിറംസ്, 120 ദിറംസ് ഒക്കെ ഉള്ളൂ. അത് നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാ,
എത്ര ജസ്റ്റ്? എത്ര ആയിരിക്കും? 19,000 രൂപയ്ക്ക് മുകളിൽ. പക്ഷെ 120 കഴിക്കുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല, തോന്നുന്നു നിങ്ങൾക്ക്. പക്ഷെ നാട്ടിൽ ചെന്ന് 3,000 ദിറംസിന്റെ അല്ല 3,000 രൂപയുടെ ലിപ്സ്റ്റിക് കാണുമ്പോൾ അഹങ്കാരമല്ലേ എന്ന് നമുക്ക് തന്നെ തോന്നും. അതുകൊണ്ടാട്ടോ. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ പോയി വാങ്ങിക്കണ്ട, ഇവിടുന്ന് വാങ്ങിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, സത്യം ഞാൻ പറയാം. നാട്ടിൽ നിന്ന് വാങ്ങിച്ച, ഞാൻ നാടിനെ കുറ്റം പറയല്ല, നാട്ടിൽ നിന്ന് മായ്ക്ക് വാങ്ങിച്ചപ്പോഴും ഇവിടുന്ന് മായ്ക്ക് വാങ്ങിച്ചപ്പോഴും എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്തു കേട്ടോ. നാട്ടിൽ എനിക്കറിയില്ല, ഞാൻ നല്ല മായ്ക്കിൻ്റെ തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടും ഒരു പഴയ എന്താ പറയുന്നത്, ഒരു ലിപ്സ്റ്റിക്കിന്റെ ഒരു എന്തോ ഞാൻ പറഞ്ഞ് ചളവാക്കുന്നത് അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇവിടുന്ന് വാങ്ങിക്കുന്നത്. ഇവിടുന്നല്ല, നാട്ടിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല, മായ്ക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഏതാ, പിന്നെ എന്തുവാ, ഈസ്റ്റി ലൂഥറിന്റെ ലിപ്സ്റ്റിക് ഉണ്ട്. ഇതല്ലേ ഈസ്റ്റി ലൂഥർ? രണ്ടും ഒന്ന് തന്നെയാണോ? അല്ല, ജസ്റ്റ് ഇതിനെ ജസ്റ്റ് ഞെട്ടുന്നേ. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ഒരേ കളർ പോലെ തന്നെ തോന്നിയത്. ഇതുണ്ടോ? ഇതെല്ലാം ഏകദേശം ഒരുപോലെ നമുക്ക് തോന്നുമെങ്കിലും ബട്ട് ഇറ്റ്സ് നോട്ട് ഒരുപോലെ. അത് തമ്മിൽ എന്നാ മാറ്റം? ഇത് തീർന്ന ഈസ്റ്റി ലൂഥർ, ഇത് തീരാത്ത ഈസ്റ്റി ലൂഥർ. ഇത് നമ്മളെ മാറ്റാം. ഇത് ഞാൻ എവിടെ തേക്കും കർത്താവേ. ഇത് ഈസ്റ്റി ലൂഥർ. ഇതുണ്ടോ? ഇത് രണ്ടും വ്യത്യാസമില്ലേ? പിന്നെ ഇത് ഇച്ചിരി ലൈറ്റ് പിങ്ക് ആണ്, ഇതല്ലാത്തതാണ്. ഇത് ഒരു പൊട്ടും കൂടെ തൊട്ട് കൊടുക്കുക, എന്താ മനസ്സിലാവും. ഇത് മറ്റേ അണ്ണൻ തമ്പിക്കകത്തെ, ഇത് മറ്റേ മമ്മൂട്ടി, ഇതല്ലാത്ത മമ്മൂട്ടി. ഇതാണ് ഈസ്റ്റി ലൂഥറിന്റെ ലിപ്സ്റ്റിക്ക്. ഇത് 816 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇത് ഈസ്റ്റി ലൂഥറിന്റെ ഷെയ്ഡ് മാഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഇത് രണ്ട് ഷെയ്ഡ് കാണാൻ പറയുക മേലെ. ഈ ജസ്റ്റ് എന്തിനിങ്ങനെ ഇതിലുണ്ടോ? ഇത് കാണുമ്പോഴറിയത് രണ്ടും രണ്ടാണ്. ഞാൻ രണ്ടെണ്ണമാണ്, പക്ഷെ ഒരേ കളറാണ്. ഒരേ കളർ അല്ല, ജസ്റ്റ് രണ്ട് ഷെയ്ഡാ. ഈസ്റ്റി ലൂഥർ ഉണ്ട്, പിന്നെ ക്ലിനിക്സിന്റെ ഉണ്ട്. ജസ്റ്റ് എനിക്കറിയാം, ജസ്റ്റിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം പല കളറാ ജസ്റ്റ്. ഇത് കണ്ടോ, ഈ കളർ ആ കളർ നമ്മൾ എവിടെയോ മാറ്റമുണ്ടല്ലേ? പക്ഷെ വേറെയാണ്, ക്ലിനിക്കിന്റെ ആണ്, മറ്റേത് മാക്കിന്റെ ആണ്. വ്യത്യാസമുണ്ട്, നമ്മൾ വ്യത്യാസം നോക്കണം. ഒന്നുമേ അടഞ്ഞോ കർത്താവേ. ഇതും മാക്കിന്റെ ആണ് കേട്ടോ. ഇത് മാക്കിന്റെ ഇതൊരു ലിപ് കിസ്. എന്ത് കിസ്സാണ് ജസ്റ്റ്? ഇതേതോന്ന് ഞാൻ നോക്കട്ടെ. ഇതൊരു പൗഡർ ഫോം ലിപ്സ്റ്റിക് ആണ് മാക്കിന്റെ. ചുണ്ട് കെട്ടാൽ ഇപ്പൊ അപ്പോൾ കിസ് അടിക്കാൻ തോന്നുന്ന ലിപ്സ്റ്റിക്. ജസ്റ്റ് ചിരിക്കുന്നു. ഈശ്വരാ എന്നെ കാത്തോളണേ. പിന്നെ കൈലിയുടെ ലിപ്സ്റ്റിക്ക്. എന്നാ ജസ്റ്റ് ചിരിച്ച നീ? ഇത് അപ്പന്റെ ലുങ്കി. ആ കൈലി അല്ല, ഇത് കൈലി. ഇത് നല്ലൊരു ലിപ്സ്റ്റിക് കേട്ടോ. ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഇതെല്ലാം ന്യൂഡൻസ് കംപ്ലീറ്റ് ന്യൂഡൻസ്. വാവ്, കണ്ട? ഇത് നിങ്ങൾക്ക് തോന്നും എനിക്കിപ്പോൾ തലയ്ക്ക് ഭ്രാന്താണ്. ഇത് കൈലിയുടെ ലിപ്സ്റ്റിക് എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ. പണ്ട് മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ. ഇത് മാക്കിന്റെ വേറെ ഷെയ്ഡ്. ഇനി എനിക്ക് കൈക്ക് തേക്കാൻ ഇടയില്ലാത്തത് കൊണ്ട് ഞാൻ തേക്കുന്നില്ല. അത് നമ്മുടെ ഇവിടം വരെ. അപ്പൊ ഞാൻ റെയർ ബ്യൂട്ടി അണിഞ്ഞില്ലായിരുന്നു. ഇത് കണ്ടോ, ഇത് പൗഡർ ഫോം. ഇത് മാക്കിന്റെ. ഇതിപ്പോ ഏതാ? കൈലി അല്ലേ കാണിച്ചേ? ഉണ്ടോ? കൈലി ഉണ്ടോ? നല്ല സൂപ്പർ സാധനമല്ലേ? ഞാൻ ചെറുപ്പത്തിൽ കൈലി വേണം എന്ന് പറഞ്ഞ് കരയുമ്പോൾ അപ്പന്റെ കൈലി എടുത്ത് കാണിക്കുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. നമ്മുടെ നാട്ടിലെ അപ്പച്ചന്മാര് വീട്ടിൽ കൊടുക്കുന്ന മുണ്ടില്ലേ, വീട്ടിൽ കൂടെ നേറ്റിടുന്നേ, ആ സാധനത്തിന്റെ പേര്, ഇതിന്റെ പേര് ഒന്നാണ് കൈലിയുടെ ഉണ്ട്. പിന്നെ ലാൻകമിന്റെ ലിപ്സ്റ്റിക് ഉണ്ട്. ഇതൊക്കെ എന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കുകളാട്ടോ. ഇത് എന്റെ ദൈവമേ, ലാൻകമിന്റെ ഒക്കെ ഒരു സ്മെല്ല്, എന്റെ കർത്താവേ. പിന്നെ ഏതാ? ഇത് നമ്മുടെ സ്വന്തം പറഞ്ഞല്ലേ, നമ്മുടെ സ്വന്തം ലാൻകം. വാ, ഇതുണ്ട്, ഇങ്ങനെയാണ് ഞെക്കുന്നത്. മറ്റു തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇത് ലാൻകമിന്റെ ഒരു ലിപ്സ്റ്റിക്ക്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ലാൻകം. ഇത് ലാൻകം. ഇതും ഒരു ലാൻകമിന്റെ ലിപ്സ്റ്റിക്ക് തന്നെ. ലാൻകം. ഇത് വേറെ ഷെയ്ഡ്. ഇനിയിപ്പോ ഇത് അതൊന്നാന്ന് പറയരുത്. ഇതുണ്ടോ, ഇത് ഷെയ്ഡ് വേറെയാണ്. ഇതാണ് ഷെയ്ഡ്. ഇത് അങ്ങനെ ലാൻകമുണ്ട്. പിന്നെ ഏതാണ്? പിന്നെ ഹുദ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ നാസ് എനിക്ക് വേറെ രണ്ടെണ്ണം ഉണ്ട്. അതൊക്കെ എന്തിയോ എനിക്ക് തന്നെ അറിയത്തില്ല. ഇത് നാസിന്റെ ലിപ്സ്റ്റിക്. നാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാസിന്റെ അമേരിക്കൻ വുമൻ എന്ന് പറഞ്ഞിട്ട് നാസിന്റെ ഒരു ലിപ്സ്റ്റിക്ക്. അത് ഇട്ടിട്ട് പകുതി തീരാറായി. ഇത് നാസ്. ഇതും സെഫോറോയുടെ ഒരു ലിപ്സ്റ്റിക് കേട്ടോ. സെഫോറോയുടെ ഒരു ന്യൂ ഷെയ്ഡ്.
നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ജസ്റ്റ് ഇനി എന്നെ കൊല്ലും, അതുകൊണ്ട് ഞാൻ ഇനി കാണിക്കുന്നില്ല. ഇത് സെഫോറ തന്നെയാണ്. ഇത് സെഫോറ, ഹുദ ബ്യൂട്ടി, പിന്നെ കിക്കോ മിലാനോ, പിന്നെ ഏതാ, ഇത് കിക്കോ മിലാനോ, ഇതുണ്ടോ കിക്കോ മിലാനോ, ഇത് കിക്കോ മിലാനോ. ഇത് ഹുദ ബ്യൂട്ടി, ഹുദ ബ്യൂട്ടിയുടെ നാസ്, സെഫോറ. പിന്നെ ഇത് ലോറിയൽ. ഇനി എൻ്റെ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു സാധനമാണ് ലോറിയലിനുണ്ട്. ഇതും കിക്കോ മിലാനോടെ തന്നെയാണ്. ഇതുണ്ടോ കിക്കോ മിലാനോ. ഇതാണ് ഈസ്റ്റി ലൂതറിൻ്റെത്. ഇത് എലിസബത്ത് ആർഡിൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്. ഇതും എനിക്ക് നമ്മുടെ ജസ്റ്റിമ വാങ്ങിച്ചു തന്നാ കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിൻ്റെ കളർ. നിങ്ങൾ ആരും ചിരിക്കരുത്. ഇതാണ് ലിപ്സ്റ്റിക്ക്. എന്റെ ചുണ്ടൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ തന്നെ മാറ്റം എനിക്കറിയില്ല. ഇത് വെളുത്തിരിക്കും ചുണ്ടത്തേക്കും. കണ്ടോ, അല്ല ഇത് വേറെയാ. ഇത് ജസ്റ്റ് വാങ്ങിച്ചു തന്നാ. ഞാൻ കാണിച്ച ദിവസം ഇട്ട്. ജസ്റ്റിമോൻ ഇനി എന്നെ ഞെട്ടിക്കാൻ വേണ്ടിട്ട് ലിപ്സ്റ്റിക് എന്നോട് പറയാതെ വാങ്ങിക്കരുത്. ഇത് ജസ്റ്റ് വാങ്ങിച്ചു തന്നെ എലിസബത്ത് ആർഡിന്റെ ഒരു പെർഫ്യൂം ആർഡിൻ. പിന്നെ അല്ല പെർഫ്യൂം അല്ല, സോറി, ലിപ്സ്റ്റിക്ക്. നീളത്തിലേതാ ഇനി കാണാത്ത ഇത്. ഇനിയും അത് ഷാനലിന്റെ ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ ലാൻകമിന്റെ ലിപ്സ്റ്റിക് ഉണ്ട്. അങ്ങനെ 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 അങ്ങനെ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് എന്റെ ലിപ്സ്റ്റിക്ക്. ഡയർ. ഇത് ഇത്രയും ലിപ്സ്റ്റിക് ഒക്കെ ഉള്ളൂ. അതിനാണ് ഈ കശ്മലൻ. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ്. ഞാൻ പറഞ്ഞില്ലേ മിക്കതും തന്നെ മാറ്റ് ഷെയ്ഡാണ്. ഇതിൻ്റെ ഏതെങ്കിലും ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കേട്ടോ. നിങ്ങളിപ്പോൾ ഇങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലോ ഒന്ന്. അതിലേത് കളറായി അറ്റത്തേക്ക് എനിക്ക് മനസ്സിലായില്ല. ബാക്കിയെല്ലാം സൂപ്പർ. ഇത് കുറച്ച് കളറേ ഞാൻ എൻ്റെ സ്കിന്നെ ട്രൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഞാൻ നിങ്ങളെ നേരിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയും കളക്ഷൻസ് എനിക്കുള്ളൂ ലിപ്സ്റ്റിക്കിന്റെ. അതിനാണ് ഇവർ ഈ പറയുന്നത്. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്ക്. ഇതെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കുമെന്നും പറഞ്ഞിട്ട് ജസ്റ്റ് എന്നെ ചീത്ത വിളിച്ചതുകൊണ്ട് ബാക്കിയൊന്നും ഞാൻ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ജസ്റ്റ് എന്തിനാ എന്നോട് വഴക്കുണ്ടാക്കിയേ, അതുകൊണ്ട് ഞാൻ കാണിക്കാം. കളിയുന്ന പോലും ഇല്ല കർത്താവ്. അപ്പൊ ഇത്രയൊക്കെ എനിക്ക് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഉള്ളൂ. അതിൽ നിങ്ങൾ ഏതെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നോട് വേണം എന്നല്ല, സോറി, നിങ്ങൾക്ക് എന്റെ പേര് അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാന്ന്. ചില സാധനങ്ങളൊക്കെ എൻ്റെ പൊന്നു മക്കളെ, ഈ ചാർലറ്റി ടിൽബറോഡ് ഒക്കെ ഷെയ്ഡ് ഏതാന്ന് എനിക്ക് തന്നെ അറിയാൻ മേല. ഇത് ഞാൻ ഈ ബാഗിനകത്ത് കൊണ്ടുപോകണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒക്കെ ഉണ്ടല്ലോ ഇട്ട് ഒരഞ്ഞ് ഇതിന്റെ ഷെയ്ഡ് വേണ്ടി ജസ്റ്റ് വേണേൽ ഒന്നുകൂടെ വാങ്ങിച്ചിടണം. ഞാൻ പറയാം കേട്ടോ. ചാർലറ്റി ടിൽബറ ഞാൻ ഗലേറിയ മോളിൽ പോയപ്പോ അന്ന് വാങ്ങിച്ചു തന്നല്ലേ. എനിക്കെന്നെ കടിച്ചു തിന്നാൻ തോന്നിയതെല്ലാം കണ്ടിട്ട്. എനിക്കൊന്ന് താരതമ്യേന എനിക്ക് ലിപ്സ്റ്റിക് കളക്ഷൻ മറ്റുള്ള പെൺകുട്ടികളെ നോക്കി കുറവാന്ന് തോന്നുന്നു. സാരമില്ല, ഞാൻ പിന്നെ ശ്രമിക്കുന്നുണ്ട് ഇച്ചിരി എന്റെ കളക്ഷൻ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട്. ക്യാമറമാൻ പുറകെ തല കുലുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാം എന്നുള്ളൊരർത്ഥത്തിൽ. ജസ്റ്റ് മറ്റുള്ള പെൺകുട്ടികളുടെയൊക്കെ കളക്ഷൻ കാണണം. ഹതഭാഗ്യന്മാരെ കെട്ടിയവന്മാർ അവരെന്തോരം വാങ്ങിച്ചു കൊടുക്കുന്നേ. എനിക്കൊന്നും കിട്ടുന്നില്ല, ഞാനൊന്നും വാങ്ങിക്കുന്നുമില്ല. എനിക്കാണ് ഷാനലിന്റെ 2-3 വാങ്ങിക്കണമെന്നുണ്ട്. ഷണാ പണ്ട് ഞാൻ പറഞ്ഞതല്ലേ ചാനൽ. പിന്നെ ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചാനലല്ല ഷണലിന്റെ ആണ്. ഇത് ലാൻഗം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ തുടങ്ങുന്നത് എൻ്റെ ഒരു കസിനുണ്ട്, റിനു ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി. ഇവിടെ അബുദാബിയിലുണ്ട്. ചേച്ചിയുടെ കളക്ഷൻ കണ്ട് എനിക്ക് ഭ്രാന്തായതാ. ചേച്ചിയുടെ കളക്ഷൻ ഇതിനേക്കാളും കൂടുതൽ കാണും. ചേച്ചിയാണ് ആദ്യം എനിക്ക് ലിപ്സ്റ്റിക് തരുന്നത്. ചേച്ചി എനിക്കൊരു ഷാനലിന്റെ ലിപ്സ്റ്റിക് വന്നു. അതിൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ പിന്നെ തപ്പി പിടിച്ച് കാണിച്ചു തരാം. ഷാനലിന്റെ ലിപ്സ്റ്റിക്. ആ ലിപ്സ്റ്റിക് എന്നാണ് ഞാൻ തുടങ്ങിയത്. ചേച്ചിയാണ് എൻ്റെ ഐശ്വര്യം. അവിടുന്ന് ഇത്ര ഞാനായി. ഇത് കാണുമ്പോൾ നെറ്റി വിളിക്കുന്ന എൻ്റെ കെട്ടിയവരോട് ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഒന്നും അല്ല. എനിക്ക് വേണേ അർമാനയുടെ ലിപ്സ്റ്റിക് വാങ്ങിക്കാം. എൻ്റെ ഉണ്ടോ? ഇല്ല. പ്രാഡ ഉണ്ടോ? ഇല്ല. പിന്നെ അങ്ങനെ എന്തോരം ഉണ്ട് ഇല്ലാത്ത ലിപ്സ്റ്റിക്കുകൾ. ഞാൻ അതെല്ലാം വേണമെന്ന് പറയാറുണ്ടോ? അല്ല ഞാൻ വാങ്ങിക്കാറുണ്ടോ? എന്റെ എളിമ നിങ്ങൾ മനസ്സിലാക്കണം. അത് ചെറിയ മിക്കവാറും ഉടനെ ഞാൻ വരുത്തും. ഞാൻ കാട്ടിൽ ചെറുതായിട്ട് ഇട്ട് വെച്ചു. ജസ്റ്റ് കണ്ടോ, ചെറുതായിട്ട്. പിന്നെ എനിക്കൊരു വിഷമോ. ജസ്റ്റ് പറഞ്ഞു ഇതെല്ലാം സെയിം അല്ലേ, എന്തിനാണ് ഈ അർമാനിയൊക്കെ എടുത്ത് കാട്ടിലിടുന്നത് ഞാൻ തന്നെ ചിന്തിച്ചു. അങ്ങനെയൊന്നുമില്ല. ഉടനെ മറ്റേ ഈ ആണുങ്ങൾ വണ്ടി സ്വന്തം ഗ്യാരേജിലേക്ക് BMW ഉടനെ വരും എന്ന് പറഞ്ഞാല് വേറെ കാറില്ലാഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ഗ്യാരേജിലേക്ക് ഉടനെ വരാൻ പോകുന്ന അടുത്ത് കാട്ടിൽ ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്റെ ഗ്യാരേജ് അല്ല കേട്ടോ, എന്റെ വാലറ്റ്. അപ്പൊ
നിങ്ങൾക്ക് എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ഇപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ലിപ്സ്റ്റിക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലിപ്സ്റ്റിക് ഓൺലൈനിൽ കണ്ടു വാങ്ങിക്കരുത്. അതുപോലെ വേറൊരാൾ ഇട്ടേക്കുന്ന കണ്ടും അങ്ങനല്ല. ചിലപ്പോ ഞാൻ എന്റെ ചുണ്ട ഇടുന്നത് വേറൊരാടെ സ്കിന്നുമായിട്ട് മാച്ചാത്തില്ല. ഞാൻ പറയാൻ കാര്യം, ഞാൻ എന്റെ ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അങ്ങനെ ലിപ്സ്റ്റിക് അവിടെ കൊണ്ടാറില്ല. പക്ഷെ ചിലപ്പോൾ ഞങ്ങള് ലിപ്സ്റ്റിക് അവൾ എന്റെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്, പക്ഷെ അവൾക്ക് ചേർത്തില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ കളക്ഷൻസ്, എന്റെ മേക്കപ്പ് കളക്ഷൻ കാണിക്കാൻ ചോദിച്ചിട്ടുണ്ട്, ഉടനെ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞ് ഇതിന്റെ രാഹാദം തീർന്നിട്ട് അത് കാണിക്കാന്ന് ഞാൻ വിചാരിച്ചു. എല്ലാം കൂടെ വെറുതെ ഒന്നിച്ച് കാണിച്ചതിന് ആൾക്കാരെയല്ല ജസ്റ്റ് പോലെ പഠിപ്പിക്കുന്നത്. ജസ്റ്റ് ഇപ്പോഴാണ് കാണുന്നത് എനിക്ക് ഇത്രയും കളക്ഷൻ ഉണ്ടെന്ന്. ഞാൻ പിന്നെ ജസ്റ്റ് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാം, ജസ്റ്റ് ഒന്നും അല്ല ജസ്റ്റ്, എൻ്റെ ഒരു പാവല്ലേ. ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്നുണ്ടോ ഏതിന്റെയാണെന്നറിയോ? ഏതൊരു ലിപ് ഗ്ലോ ആയി ഇട്ടേക്കുന്നത്, വേറെയാ. കാരണം എന്റെ ഇച്ചിരി ഡാർക്ക് സ്കിന്നാ, ഇച്ചിരി എന്താ പറഞ്ഞേ, ഞാൻ വർഷങ്ങളായിട്ട് ലിപ്സ്റ്റിക് ഇടുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പോൾ തൊട്ട് ലിപ്സ്റ്റിക് ഇടുന്ന. ഇത്രയും വർഷമായില്ലേ, എത്ര വർഷമായിട്ട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു തരത്തില്ല. അപ്പൊ ഇനി ഞാൻ വരച്ചിട്ട് വേർപ്പിക്കുന്ന കുറെ നേരം. ഞാൻ സൺലൈറ്റ് ഉണ്ടാകുന്നപ്പോ ചെയ്തപ്പോ സൺസെറ്റും കഴിഞ്ഞു. അപ്പൊ ശരി എന്നാ, നിങ്ങൾക്ക് എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ, അപ്പൊ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം, നിങ്ങൾക്ക് എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ അമ്മ ഇങ്ങോട്ട് നോക്കി. ഇതുണ്ട്, എല്ലാം തന്നെ ഏകദേശം ഒന്നായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇതൊന്നും ഒന്നുമല്ല, എല്ലാം ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് അപ്പോ ഏതെങ്കിലും ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻ ഇത് അറിയണമെങ്കിൽ എന്നോട് ചോദിക്കൂ, ഞാൻ പറഞ്ഞു തരാം. കമന്റ് ചോദിച്ചാൽ മതി. ഓക്കെ, എനിക്ക് ഒത്തിരി ലിപ്സ്റ്റിക് കിട്ടാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണേ, ഞാനും പ്രാർത്ഥിക്കാം. എനിക്ക് വേറെ ഒന്നിനും ക്രൈസ് ഇല്ല സുഹൃത്തുക്കളെ, വേറെ ഒന്നിനും ഇല്ല. പക്ഷെ ലിപ്സ്റ്റിക്കിന് ഭയങ്കര ക്രൈസാ, അത്രേ ഉള്ളൂ. അപ്പൊ ശരി എന്നാ. ഈവൻ എന്റെ സിസ്റ്റർ ചോദിച്ചാൽ പോലും ഞാൻ കൊടുക്കില്ല ലിപ്സ്റ്റിക്, ബാക്കി എന്ത് ചോദിച്ചാൽ കൊടുക്കും. ഇപ്പൊ ഓൾറെഡി കമ്പനി പിന്നെ ബാക്കിയെല്ലാം തരത്തൊരു മുതലെന്ന്. പക്ഷെ ലിപ്സ്റ്റിക് ഞാൻ ആർക്കും കൊടുക്കൂല. ഓക്കെ, ഇല്ല, ഞാൻ മായ്ക്കിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ ലിപ്സ്റ്റിക് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ മായ്ക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരി എന്നാ, പോയച്ചും വരാം.